അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കൾ, പ്രഭാഷകൻ 13:25 ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. ജീവിതത്തിൽ നാം പേറുന്നത് അത് ഉരത്തിലോ ഹൃദയത്തിലോ മനസ്സിലോ എവിടെയാകട്ടെ, നമ്മുടെ ജീവിത ഭാവങ്ങൾക്കത് മാറ്റം വരുത്തും. ഏറെക്കാലമായി ജീവിതത്തിൽ വൈഷമ്യങ്ങളും ദുഃഖങ്ങളും അത് വലിയ ഭാരത്തിന്റെ ഭാണ്ഡമായി വഹിച്ച് കാള വണ്ടി വലിക്കും പോലെയാണ് ജീവിതമെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് വരകൾ വീഴ്ത്തും. പ്രഭാഷകനിലൂടെ കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ നന്മയും തിന്മയും വന്നും കുറഞ്ഞും വന്നും പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുഖഭാവത്തിൽ മാറ്റം വരും. ആകെ വേണ്ടത് ഒരു മുഖമാണ്. അത് നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ പ്രകാശനമാണ്. നാടൻ ചൊല്ലിൽ പറയും, ദൈവവചനത്തിൽ പറയും, മനസ്സ് മുഖവുമായി ബന്ധപ്പെട്ടിരിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നത് അവിടെയാണ്. ഈ ഹൃദയ പരമാർത്ഥത, ഹൃദയത്തിലെ സുഹൃതങ്ങളുടെ ആ ചായക്കൂട്ട്, മനസ്സിന്റെ സുഹൃതങ്ങളുടെയും പുണ്യങ്ങളുടെയും വർണ്ണമഹിമ അത് പ്രകാശിതമാകുന്നത് മുഖത്താണ്, നമ്മുടെ അധരങ്ങളിലൂടെ, വാക്കുകളിലാണ്. ആകയാൽ നന്മ കൊണ്ട് നിറഞ്ഞൊരു ഹൃദയമാണെന്ന് വരികിൽ പ്രസന്നവും പ്രശോഭിതവുമായ ഒരു മുഖമുണ്ടാകും. അങ്ങനെ പ്രശോഭിത പ്രസന്നമായ പുഞ്ചിരിയുള്ള ഒരു മുഖം ഹൃദയത്തിൽ നന്മ നിറഞ്ഞത് വർഷിക്കാൻ തയ്യാറായുള്ളവന്റെ ചുവടുവെപ്പുകളാണ്. ഹല്ലേലൂയ, ആമേൻ.